റിപ്പോർട്ടർ ബിഗ് ഇംപാക്ട്. +2 പരീക്ഷയ്ക്കിടെ ഉത്തരപേപ്പർ തടഞ്ഞുവെച്ച വിദ്യാർത്ഥിക്ക് വീണ്ടും പരീക്ഷ എഴുതാൻ അനുമതി. തീരുമാനം വിദ്യാർത്ഥിയുടെ വീട്ടിലെത്തി നേരിട്ടറിയിച്ച് മലപ്പുറം RDD. വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെയാണ്. റിപ്പോർട്ടറിനോട് നന്ദി പറഞ്ഞ് വിദ്യാർത്ഥിയും കുടുംബവും. കുട്ടിക്ക് പരീക്ഷ എഴുതാനുള്ള അവസരം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് കുട്ടിയെ അറിയിക്കാനായി ആവശ്യപ്പെട്ടിട്ടുള്ളത്. കുട്ടിക്ക് സേ പരീക്ഷയിൽ ഈ എക്കണോമിക്സിൻ്റെ പരീക്ഷ എഴുതാൻ കഴിയും. ആ പരീക്ഷയ്ക്ക് പുറമെ കുട്ടിക്ക് ഒരു വിഷയമാണ് സാധാരണഗതിയിൽ സേ പരീക്ഷയിൽ ഇംപ്രൂവ് ചെയ്യാൻ കഴിയുന്നത്. ആ കുട്ടിയുടെ പ്രത്യേക ഒരു കേസായി പരിഗണിച്ചുകൊണ്ട് ഒരു വിഷയം ബെറ്റർ ചെയ്യാനുള്ള അവസരം കൂടി അതിൻ്റെ കൂട്ടത്തിൽ നൽകുകയും സർട്ടിഫിക്കറ്റിൽ ഇങ്ങനെ ഒരുമിച്ചൊരു സർട്ടിഫിക്കറ്റാക്കി കൺസോൾഡേറ്റ് ചെയ്ത് കുട്ടിക്ക് കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാം എന്നാണ് DG അറിയിച്ചിട്ടുള്ളത്. ഇതാണ് പ്രതികരണം. അഷ്കർ അലി നൽകും വിശദാംശങ്ങൾ. അഷ്കർ, ആ പെൺകുട്ടിയുടെ സങ്കടം നമ്മൾ കണ്ടതാണ്. മിടുക്കിയായ കുട്ടി, ഈ 10ാം ക്ലാസ്സിലും +1ലും ഒക്കെ ഫുൾ A+ മേടിച്ച ഒരു കുട്ടിക്കാണ് +2വിന്റെ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ദുരനുഭവം ഉണ്ടായത്. അതും ഒരു അധ്യാപകന്റെ ഭാഗത്തുനിന്നുണ്ടായ അനുഭവമാണ്. അതിലിപ്പോൾ എന്തൊക്കെയാണ് ഉണ്ടായിരിക്കുന്നത് അഷ്കർ? റോഷ്നി, ആ വിദ്യാർത്ഥിക്ക് റിപ്പോർട്ടർ ടിവിയുടെ ഇടപെടലിലൂടെ തന്നെ നീതി ലഭ്യമായിരിക്കുന്നു എന്ന് ഏറ്റവും ചുരുക്ക വാക്കുകളിൽ പറയാൻ സാധിക്കും. കാരണം പരീക്ഷാ ഹാളിൽ നിന്നും കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന പെൺകുട്ടി പിന്നീട് റിപ്പോർട്ടർ ടിവിക്ക് മുമ്പിലും കണ്ണീരോടുകൂടിയാണ് കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നത്. ആ പെൺകുട്ടിയുടെ അമ്മയുടെ പക്കൽ തന്നെ കണ്ണീരോടുകൂടിയുള്ള വാക്കുകൾ പിന്നീട് നമ്മളെല്ലാവരും തന്നെ ഏറ്റുപിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് എല്ലാവരും അത് ചർച്ച ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെ വിദ്യാഭ്യാസ വകുപ്പ് തന്നെ ഇടപെട്ട് ആദ്യഘട്ടത്തിൽ ആ അധ്യാപകൻ്റെ പരീക്ഷാ നടപടികളിൽ നിന്നും പിന്നീട് ആ അധ്യാപകനെ സസ്പെൻഡ് ചെയ്യുന്ന രീതിയിലേക്കും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നടപടികൾ ഉണ്ടായത്. എന്നാൽ അതിനുശേഷമാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെയും അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെയും നിർദ്ദേശപ്രകാരം മലപ്പുറം റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ, ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ തന്നെ നേരിട്ടിരുന്ന കുട്ടിയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വീട്ടിലേക്ക് നേരിട്ടെത്തിയത്. ആ സമയത്താണ് ഇത്തരത്തിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തീരുമാനം ഔദ്യോഗികമായി ആ കുടുംബത്തെയും ആ വിദ്യാർത്ഥിയെയും അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ആ പെൺകുട്ടിക്ക് വീണ്ടും പുനഃപരീക്ഷയ്ക്ക് അല്ലെങ്കിൽ വീണ്ടും പരീക്ഷ എഴുതാനുള്ള അവസരം ഇല്ലെങ്കിൽ ആ കുട്ടി ആദ്യം മുതൽ തന്നെ ആവശ്യപ്പെട്ടിരുന്ന കാര്യം അത് തന്നെയാണ്. തനിക്ക് നഷ്ടപ്പെട്ട പരീക്ഷയ്ക്ക് പകരം വീണ്ടും പരീക്ഷണം എഴുതാനുള്ള ഒരു അവസരം എന്നതായിരുന്നു. ആ അവസരം വീണ്ടും നൽകിക്കൊണ്ടുള്ള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉത്തരവ് ഔദ്യോഗികമായി തന്നെ RDD പെൺകുട്ടിയെയും കുടുംബത്തെയും നേരിട്ട് അറിയിച്ചത്. വരുന്ന സേ പരീക്ഷ നടക്കുന്ന സമയത്ത് മറ്റ് വിദ്യാർത്ഥികൾ സേ പരീക്ഷ എഴുതുന്ന സമയത്ത് ഈ കുട്ടിക്കും സ്വതന്ത്രമായ പരീക്ഷ എഴുതാം. ഈ കുട്ടിയുടെ പരീക്ഷ സേ പരീക്ഷയ്ക്ക് പകരമായി പൊതുപരീക്ഷയായി തന്നെ പരിഗണിക്കുകയും പൊതുപരീക്ഷയ്ക്ക് നൽകുന്ന സർട്ടിഫിക്കറ്റ് തന്നെ ഈ പെൺകുട്ടിക്ക് നൽകുകയും ചെയ്യും. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ തത്വത്തിൽ ഈ കുട്ടിക്ക് വീണ്ടും ഒരു പരീക്ഷ എഴുതാനുള്ള അവസരമാണ് ഇതിലൂടെ വിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കി നൽകിയിരിക്കുന്നത്. അത് റിപ്പോർട്ടർ വാർത്തയിൽ തന്നെ അതിന് ഇടപെടലിലൂടെ സാധിച്ചു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചും ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു കാര്യം. എന്തായാലും ആ കുട്ടിക്ക് ഘട്ടത്തിൽ നീതി ലഭിച്ചിരിക്കുന്നു. അതിന് നന്ദിയാണ് ആ കുട്ടിയും ആ കുടുംബവും റിപ്പോർട്ടറോടും പങ്കുവച്ചത്. ശരി, അഷ്കറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ആ കുട്ടിക്ക് ആ നഷ്ടപ്പെട്ട പരീക്ഷ എഴുതാം എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. അപ്പോൾ പഠിച്ച് ആ കുട്ടി വീണ്ടും ആ പരീക്ഷ എഴുതും. അത് സന്തോഷം തന്നെയാണ് ആ കുട്ടിയെ സംബന്ധിച്ചും.